പെട്ടെന്നൊരു ഉൾവിളി പോലെ എനിക്ക് കഞ്ഞിയും കടലയും കുടിക്കാനായിട്ട് മോഹം. അപ്പോൾ തലേ ദിവസം തന്നെ കടല വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ. അപ്പോൾ രാവിലത്തേക്ക് കഞ്ഞിയും കടല ആക്കാമെന്ന് കരുതി. അപ്പോൾ ദേ അരി കഴുകി കുക്കറിലോട്ടാക്കി അടപ്പത്തേക്ക് വയ്ക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ഈ പള്ളിയിലൊക്കെ കിട്ടൂലേ തേങ്ങാപ്പീരിട്ട കഞ്ഞി, അതിനകത്തോട്ട് കുറച്ച് കടലയൊക്കെ ഇട്ടിട്ട് എന്ത് ടേസ്റ്റാണല്ലോ അത് കോരി കുടിക്കാനായിട്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ വെച്ചാൽ അത് അത്രയ്ക്കൊന്നും ആകൂല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു കുക്കർ എടുത്തിട്ട് കടല വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒരു സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കഞ്ഞിയുടെ കുക്കർ 2 വിസിലടിച്ചപ്പോഴത്തേക്ക് ഞാനത് ഓഫാക്കിയിട്ട് കടലയും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് താളിച്ചെടുക്കാം. അപ്പോൾ ഒരു മൺചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും വഴറ്റി പൊടികളായിട്ട് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച ശേഷം കടലയും കൂടി ഇട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ കഞ്ഞിയും കടലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലു ട്യൂഷന് പോയിച്ച് രാവിലെ ആലുവിന് ഉച്ചക്കാണ് എക്സാം. ചേട്ടൻ സ്കൂൾ ട്രിപ്പും കഴിഞ്ഞ് വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി കഞ്ഞി കുടിക്കാനേട്ടാ. അപ്പം പണിക്ക് പോയിക്കണേട്ടാ. ആമിക്കുട്ടി രാവിലെ സ്കൂളിൽ പോയി. അപ്പോൾ അത്രയുള്ള